ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പോൾ നമ്മളിന്ന് എങ്ങോട്ടാണ്, ഇത് ഏത് റൂട്ടാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പൂപ്പാറ പോകുന്ന റൂട്ടാണ്. അത് നെടുങ്കണ്ടത്തുനിന്ന് പൂപ്പാറ പോകുന്ന റൂട്ടാണ്. നമ്മളപ്പോൾ ഇന്നലെ, അതായത് ഇന്നലെ റൂട്ട് ശനിയാഴ്ച ഒരു വർക്കുമായിട്ട് വന്നതാണ്. മയിലാടുംപാറ നെടുങ്കണ്ടം പോകുന്ന ആ വഴിയുള്ളൊരു സ്ഥലത്ത് ഒരു വർക്കിന് വന്നതാണ്. കറക്റ്റ് സ്പോട്ട് മയിലാടുംപാറയാണ്. അപ്പോൾ അവിടെ ഇന്നലെ വർക്കിന് വന്നു. നമ്മൾ നെടുങ്കണ്ടത്ത് നിന്ന് സ്റ്റേ ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വർക്ക് കഴിഞ്ഞ് ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ചയാണ് നമ്മൾ വർക്ക് കഴിഞ്ഞ് ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു, ഇവിടുന്ന് പൂപ്പാറ എനിക്ക് തോന്നുന്നു 14-17 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. 17-20 കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ ഈ പറഞ്ഞ് മയിലാടുംപാറയിൽ നിന്ന് പൂപ്പാറയ്ക്ക്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പൂപ്പാറ വരെ കറങ്ങി പൂപ്പാറ വഴി മൂന്നാർ പിടിച്ച് അങ്ങനെ ഒന്ന് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളൊന്ന് വണ്ടിയായിട്ട് ഇറങ്ങിയായിരുന്നു. ഞായറാഴ്ച കൂടെയാണ് ഇന്ന്. പ്രത്യേകിച്ച് പരിപാടി ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കല്യാണമുണ്ട്. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരുടെ കസിൻ്റെ ഒരു വെഡ്ഡിങ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രിയാണ് അവിടെ പരിപാടി. അപ്പോൾ അവിടെ രാത്രി എത്തിയാൽ മതി. അതുവരെ എന്തായാലും നമ്മൾ ഫ്രീ ആണ്, റൂമിൽ കിടന്നുറങ്ങണ്ടെന്ന് വിചാരിച്ച് ഞാനങ്ങനെ മൂന്നാർ പിടിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ ഇങ്ങോട്ട് നമ്മുടെ പൂപ്പാറ റോഡ് കയറി പോവുകയാണ്. പിന്നെ അതിനിടയ്ക്ക് മഴയുണ്ട്, അതാണ് ഏറ്റവും വലിയ വിഷയം. മഴ കാരണം ഒന്നാമത് എൻ്റെ സ്വെറ്റർ നനഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇന്നലെ അവിടെ സ്റ്റേ ചെയ്തിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നല്ല തണുപ്പ്. അപ്പോൾ അവിടുന്ന് നമ്മുടെ കസ്റ്റമർ ഒരു സ്വെറ്റർ പറഞ്ഞ് നമുക്ക് തന്നു. അതും വെച്ചുകൊണ്ടാണ് ഇന്നലെ നമ്മൾ നെടുങ്കണ്ടത്ത് പോയി റൂമെടുത്ത്. അവിടെ ചെന്നപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളും മഴയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ രാത്രി ഇവിടെ ഇറങ്ങിയപ്പോൾ ഇതുപോലെ നല്ല മഴ. ആ മഴ ഒന്നും നനഞ്ഞാണ് ഞാൻ സൈറ്റിൽ വീണ്ടും വന്നത്. അത് കാരണം ഫുള്ള് സ്വെറ്റർ നനഞ്ഞിരിക്കുകയാണ്. കൈയൊക്കെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അത് എത്രത്തോളം അറിയാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ക്യാമറയ്ക്കകത്തോട്ട് വെള്ളം വീണുകൊണ്ട് ഫോൺ റിക്കവർ അടിച്ച് പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ റൂട്ട് നമ്മുടെ ഈ പൂപ്പാറയ്ക്ക് പോകുന്ന റൂട്ടാണ്. നെടുങ്കണ്ടത്തുനിന്ന് പൂപ്പാറയ്ക്ക് പോകുന്ന റൂട്ടാണ്. നമ്മളപ്പോൾ നേരെ പൂപ്പാറ കറങ്ങി ജസ്റ്റ് ഒന്ന് കറങ്ങി അങ്ങനെ അങ്ങ് നേരെ മൂന്നാറും കൂടെ കയറി റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നത് മൊത്തം എനിക്ക് 107 കിലോമീറ്റർ ഏതാണ്ട് കാണിക്കുന്നുണ്ട് റൂം വരെ. അതായത് നമ്മൾ നിന്ന സ്ഥലത്ത് മയിലാടുംപാറയിൽ നിന്ന് പൂപ്പാറയ്ക്ക് 20 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട്. പിന്നെ നമ്മൾ പൂപ്പാറ ചെന്നിട്ട് പൂപ്പാറയിൽ നിന്ന് മൂന്നാറിന് 37 കിലോമീറ്റർ ഉണ്ട് ടോട്ടൽ. അത് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോകുമ്പോൾ 107 സംതിങ് കിലോമീറ്റർ ഉണ്ട്. അതായത് മൂന്നാറിൽ നമ്മുടെ റൂമിലേക്ക് എത്രയാണ് 80 സംതിങ് ഏതാണ്ട് കിലോമീറ്റർ ഏതാണ്ട് ഉണ്ട്. ടോട്ടൽ നോക്കുകയാണെങ്കിൽ 100 മേളിൽ എന്തായാലും പോകുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര കാര്യങ്ങളും. അപ്പോൾ നമ്മൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പൂപ്പാറ ഞാൻ ഇതുവരെ പോയിട്ടില്ല. പോകണമെന്ന് പലതവണ ആലോചിച്ചതാണ്, കുറേ പ്ലാനിങ് നടത്തിയതാണ്. ഇത് സ്ഥലം ഇതാണ് ടൗണ്. ഇതാണെന്ന് തോന്നുന്നു പൂപ്പാറ ടൗൺ അല്ലേ? പൂപ്പാറ ടൗൺ എത്തിയിട്ടുണ്ട് നമ്മളപ്പോൾ. കാര്യം 20 കിലോമീറ്റർ ഉള്ളു, പെട്ടെന്ന് എത്തുകയും ചെയ്തു. പിന്നെ ഈ മഴ കാരണം എനിക്ക് കുറേ നേരം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഇവിടെ ചവിട്ടായി. നമ്മളിപ്പോൾ നിൽക്കുന്നത് പൂപ്പാറ ടൗണിൽ നമ്മൾ മൂന്നാർ പോകുന്ന റൂട്ടാണ്. ഞാൻ ഇപ്പോൾ കാണിക്കുന്ന അവിടെയാണ് നമ്മുടെ പൂപ്പാറ ടൗൺ എന്ന് വേണം പറയാം. അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ തമിഴ്നാട് റോഡിൽ നിന്ന് മൂന്നാറേക്ക് പോകുന്ന റോഡൊക്കെയാണ്. പിന്നെ അങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ 4 കൂടി റോഡുകളുണ്ട്. അപ്പോൾ കുറേ സ്ഥലത്തേക്ക് നേരെ പോയി കഴിഞ്ഞാൽ തമിഴ്നാടോ മധുര അങ്ങനെ ഏതാണ്ടൊക്കെ റൂട്ടാന്ന് തോന്നുന്നു. അപ്പോൾ ആ നിൽക്കുന്ന സ്ഥലമൊക്കെ പൂപ്പാറയാണ്. അവിടെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ഗസ് ചെയ്ത ടൂറിസ്റ്റുകൾക്ക് നിറയെ വന്ന് നിൽപ്പുണ്ട്. നിങ്ങൾ വന്നപ്പോൾ കണ്ടു കാണുമായിരിക്കും. പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീഡിയോ വഴിയാണ്. അവൻ പൂപ്പാറക്കാരനാണ്. അപ്പോൾ അവനെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഇവിടുന്ന് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ പ്ലാൻ ഇട്ടത്. അപ്പോൾ അവനെ വിളിച്ച് നോക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. ഇവിടെ വരുമ്പോഴത്തേക്ക് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവൻ്റെ 2 നമ്പർ സ്വിച്ച് ഓഫാണ്. പിന്നെ അവനെ വാട്സാപ്പിൽ കിട്ടത്തുള്ളൂ. അത് കാരണം വാട്സാപ്പിൽ വിളിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ആൾ എടുക്കുന്നില്ല. ആളെടുത്ത് നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ കണ്ടിട്ടങ്ങ് പോവാം, ഇവിടെ വല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇറങ്ങിയിട്ട് പോകാമെന്നൊക്കെയാണ് ഞാൻ പ്ലാൻ ഇട്ട് ഇങ്ങോട്ട് കയറിയത്. ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ അത് കൂടെ ഒന്ന് കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. അല്ല, ഞാൻ സെറ്ററൊക്കെ ഇട്ട് നല്ല മൊത്തം മൂടി പതിച്ചിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് ഇങ്ങോട്ട് വന്ന വഴിക്ക്. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ എന്നാലും വന്നിട്ട് എൻ്റെ കൈയും കാലൊക്കെ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ മൊത്തം രാവിലെ വരുന്ന വഴിക്ക്, ഇന്ന് രാവിലെ നമ്മൾ സൈറ്റിലേക്ക് വരുന്ന വഴിക്ക് ഫുള്ള് നനഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യുന്നുള്ള കാര്യം പോലും ഓർത്തിട്ടില്ല. കാര്യം ഒരു പ്ലാനും ഇല്ലാണ്ട് വന്ന. എൻ്റെ ഫോൺ എടുത്തിട്ടില്ല, ഫോണിൻ്റെ ചാർജർ എടുത്തിട്ടില്ലായിരുന്നു, എൻ്റെ കൈ എടുത്ത ഗ്ലൗസ് എടുത്തിട്ടില്ല, അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. എൻ്റെ സെറ്റർ ഉണ്ടായിരുന്നു, അതെടുത്തിട്ടില്ല. ഇവിടെ ഇങ്ങനെ തണുപ്പ് വരുമെന്ന് ഇവിടെ സ്റ്റേ അടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതില്ല. സമയം 2:43 ആയിട്ടുണ്ട്.
ഒരു പ്രതീക്ഷയില്ല. കാര്യം കൈ ഇങ്ങോട്ട് വന്നുപോയി നല്ല രീതിയിൽ വിറച്ചാണ് ഞാൻ വന്നത്. കൈയൊക്കെ നല്ല രീതിയിൽ മരവിച്ചു പോയി. ഇടയ്ക്ക് 2 പ്രാവശ്യം കയ്യിൽ നിന്ന് വേണ്ടി വന്നു. കാര്യം തണുപ്പ് കാരണം ആ രീതിക്ക് തണുപ്പാണ്. ഇതൊരു ഒരിക്കലും പ്ലാൻ ചെയ്ത് തന്ന പോലെ അല്ല, ഇത് പെട്ടെന്ന് ഉണ്ടായ സംഭവമാണ്. നമുക്ക് വർക്കിന് വന്നു. ഞാൻ മയിലാടുംപാറ എത്തുന്നത് 4 മണിക്കാണ്. എനിക്ക് തോന്നുന്നു റൂമിൽ തൊടുപുഴയിൽ നിന്ന് ഇറങ്ങുന്ന 12 മണിക്ക്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും 3:30-4 മണിയായി. വർക്ക് തീർന്ന് ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പകുതിയോളം തീർന്നു നമ്മൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ ഓർഡർ പറഞ്ഞു, നീ രാത്രി കിടന്ന് പണിയെടുക്കണ്ട, നമ്മുടെ റൂം അറേഞ്ച് ചെയ്ത് ഒരാളെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ വന്നാൽ മതി. കാര്യം ഞാൻ രാത്രി പണി തീർത്തിട്ട് ഈ കാടിറങ്ങി പോട്ടെ. ഒന്നാം തണുപ്പ്, എനിക്ക് സെറ്റർ പോലും ഇല്ലാതെ നിൽക്കുന്ന ആൾ കണ്ട. അപ്പോൾ പറഞ്ഞു, നീ ഈ തണുപ്പത്താവിടം വരെയൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും. ഒന്നാം തണുപ്പാണ്, നല്ല തണുപ്പ് കൊണ്ട് മഴയുണ്ട്. അപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഇരുട്ടത്തൊക്കെ പോയി കഴിഞ്ഞാൽ സീനാകും, കോട ഇറങ്ങുന്നതാണ്, വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റേറ്റ് രാവിലെ വന്നു. ഞാൻ രാവിലെ എനിക്ക് വന്ന് ഒരു 8-9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നേരെ റൂമിൽ നെടുങ്കണ്ടത്തുനിന്ന് സൈറ്റ് വന്നു. നെടുങ്കണ്ടത്തുനിന്ന് എനിക്ക് വന്ന് ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ പറ്റുമെന്നുണ്ട് ഈ സൈറ്റിലേക്ക്. അങ്ങനെയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ആ രാവിലത്തെ മഴ ഫുള്ള് നനഞ്ഞു കഴിച്ച്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തീർച്ച കാര്യം നമ്മുടെ കൂട്ടുകാരനെ വിളിച്ചായിരുന്നു. അപ്പോൾ അവൻ ഇവിടെ ഇല്ല, അവൻ അടിമാലിയിൽ പോയിരിക്കുകയാണ്. അത് കാരണം അവൻ പൂപ്പാറക്കില്ല, അവൻ അടിമാലിൽ ഒരു വർക്കിന് വേണ്ടി പോയിരിക്കുന്ന കാരണം ആളെ കാണാൻ പറ്റില്ല. അത് കാരണം നമ്മളപ്പോൾ അവിടെ തീർച്ച. അപ്പം ഞാൻ പ്ലാനിട്ട് ഇതൊന്നും പ്ലാനില്ലേ ഉള്ള കാര്യമല്ല. കാര്യം പൂപ്പാറ ഞാൻ ജസ്റ്റ് കിലോമീറ്റർ നോക്കി. അപ്പോൾ അവിടെ നിന്നൊരു 10-20 കിലോമീറ്റർ കാണിച്ചു. നേരെ അപ്പോൾ പൂപ്പാറ വന്ന് അവനെ കൂടെ കണ്ടിട്ട് അവിടെ പല സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് കൂടെ കണ്ട് അങ്ങനെ പോകാമെന്നുള്ള പ്ലാനാണ്. ഇതിവിടെ വ്യൂ പോയിന്റ് ഉണ്ട്. ആൾക്കാർ ഒരു മിനിറ്റ് ഞാൻ വ്യൂ പോയിന്റ് കാണിച്ചു തരാം. നമ്മളപ്പോൾ മൂന്നാർ പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്കാണ് ഈ ഒരു കാഴ്ച കേട്ടത്. എന്താ അത് കോടയാണോ മഞ്ഞാണോ എന്താണ് മേഘാണെന്ന് അറിയാൻ മേലാത്തൊരവസ്ഥ. അതിന് പറ്റിയൊരു സീനറി ഉണ്ടോ, എന്താ സീനറി. അങ്ങോട്ട് മൂന്നാർ പോണ റോഡ് അവിടെ അതുപോലെ പോകുന്നുണ്ട് കണ്ടോ. സംഭവം കൊള്ളാം കേട്ടോ. ഈ ഒരു ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഞാൻ ചുമ്മാ ഒന്ന് വണ്ടി ചവിട്ടി നോക്കുക. എൻ്റെ പോലെ എന്തൊരു അവിടെ കൂടെ റോഡ് പോകുന്നുണ്ട്. അതിൻ്റെ അകത്തൂടെ എനിക്ക് തോന്നുന്നു അങ്ങനെ കറങ്ങി ഇങ്ങനെ കണ്ട് വരുന്നുണ്ട് റോഡ്. ഈ വ്യൂ കൊള്ളാം കേട്ടോ. ഇതെന്താ ഡാമാണെന്ന് തോന്നുന്നു കേട്ടോ. ഐ തിങ്ക് ഇറ്റ്സ് ഡാം. ഇത് മൂന്നാറയ്ക്ക് പോകുന്ന വഴി, ഇത് പൂപ്പാറയ്ക്ക് പോകുന്ന വഴി. ഏതാ സ്ഥലവും എനിക്ക് അറിയില്ല. പക്ഷേ ഈ ഒരു വ്യൂ നമ്മുടെ അതായത് പൂപ്പാറയിൽ നിന്ന് മൂന്നാർ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം കാണാം. അതൊരു രക്ഷയില്ല. കോടയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല ഇതൊക്കെ കാണാൻ. എൻ്റെ പോലെ വിഷയം. തമിഴ്നാട് ബസ്സൊക്കെ കയറി വരുന്നുണ്ട്. അവിടെ നിന്ന് മധുരയ്ക്കുള്ള ബസ്സൊക്കെ കയറി വരുന്നുണ്ട്. പൂപ്പാറ വഴിയാണ് ഇപ്പോൾ മധുരയ്ക്ക് ബസ്സൊക്കെ പോകുന്നത്. അപ്പോൾ മൂന്നാറിന്ന് തന്നെ ബസ്സായിരിക്കും. ഒരു തമിഴ്നാട് ബസ് മറ്റേക്ക് വരുന്നുണ്ട്. തമിഴ്നാടിൻ്റെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് തെറിക്കാം. ഈ വ്യൂ കണ്ടുകൊണ്ട് ഞാൻ നിർത്തുന്നേ ഉള്ളൂ. തേനി ബസ്സാണ് പോകുന്നത്. മുള്ളി തേനി ബസ്. അത് മൂന്നാറാണ്. എന്തായാലും നമുക്ക് എന്തായാലും ഇവിടെ തെറിക്കാം. ഒരു സാധനം ഞാൻ ഇത് കുറേ നേരമായിട്ട് ഇങ്ങനെ കണ്ടോണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടുത്തെ നൈസായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതെന്തായാലും ഒരു പ്ലാൻ ഇല്ലാണ്ട് വന്ന കാരണം ഇവിടെ എന്തൊക്കെ സ്ഥലങ്ങളുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇപ്പം നേരത്തെ കണ്ടാൽ ഏതൊരു ഡാമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്ത് ഡാമാണെന്ന് അറിഞ്ഞൂടാ. വഴിയിൽ എന്തൊന്നും ബോർഡൊന്നും കാണുന്നില്ല. ഇവിടെ എന്തോ ഒരു ബോർഡ് അവിടെ ഇവിടെയൊക്കെ ബോർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുകയായിരുന്നു. ഏത് സ്ഥലം പോലും റൂട്ട് പോലും കിട്ടുന്നില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ ഞായറാഴ്ച രാവിലെ വന്നു, പണി തീർന്നു, ടൈം കിടക്കുന്നു. നേരെ ഞാൻ വിചാരിച്ചു പൂപ്പാറ നോക്കിയപ്പം 20 കിലോമീറ്റർ നേരെ പൂപ്പാറ പിടിക്കാമെന്ന് വിചാരിച്ചു. പൂപ്പാറ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ നിന്ന് മൂന്നാർ 37 കിലോമീറ്റർ കാണിക്കുന്നു. അതിനെന്നാൽ മൂന്നാർ കൂടെ പോകാമെന്ന് പെട്ടെന്ന് എല്ലാം പ്ലാനിട്ടതാണ്. വന്നു പ്ലാനിട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. കാരണം ഇവിടുത്തെ സ്ഥലങ്ങളോ എവിടേക്ക് എന്തൊക്കെ വ്യൂകളോ കാര്യങ്ങളോ ഉണ്ടെന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. ഒരു സാധനം നോക്കിയിട്ടില്ല. നമ്മൾ പെട്ടെന്ന് വന്നു. പെട്ടെന്ന് ഈ റൂട്ട് ഇതൊരു ബ്ലോഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു റൈഡ് വീഡിയോ അല്ലെങ്കിൽ റൈഡിങ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. റൈഡിങ് ബ്ലോഗൊന്നും അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ പറയാം. കാര്യം ഇത് ഗ്യാപ്പ് റോഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞൂടാ. ഗ്യാപ്പ് റോഡ് എത്തി എവിടെയാണെന്ന് പോലും എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല ഇതുവരെ. എപ്പോൾ വന്നാലും ഞാൻ ഇത് കണ്ടാലും ഗ്യാപ്പ് റോഡാണെന്ന് തോന്നി. പക്ഷേ ഗ്യാപ്പ് റോഡ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നു. ഗ്യാപ്പ് റോഡ് ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ അതിന് ഏത് റൂട്ടാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ഒരു തവണ പോയിട്ടുണ്ട് ഗ്യാപ്പ് റോഡ്.
ഏത് റൂട്ടാണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. പിന്നെ ഈ റൂട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വ്യൂ പോയിന്റുകളും കാര്യങ്ങൾക്കും പിന്നെ മറ്റേ എന്താ പറയുന്നത് ഭംഗിയുള്ള റൂട്ടായതുകൊണ്ട് ഫുള്ള് വ്യൂവും കാര്യങ്ങളും കിട്ടും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കണ്ട ഈ സൈഡിലൊക്കെ നിറയെ വ്യൂ പോയിന്റുകളുണ്ട്, വണ്ടിയൊക്കെ നിർത്തിയിരിക്കുന്നുണ്ട്, കടയൊക്കെ ഇവിടെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. എവിടെ നിർത്തിയാലും വ്യൂ പോയിന്റും കാര്യങ്ങളും തന്നെയാണ്. ഈ തട്ടിത്തട്ടായിട്ട് തേയിലത്തോട്ടം നടുക്കൂടെ ഈ റോഡ്, അപ്പുറത്ത് തേയിലത്തോട്ടം. ആ ഒരു ഭംഗി വേറെ തന്നെയാണ്. ഈ പ്ലാനൊന്നും ചെയ്യാതെ ഇറങ്ങിയതുകൊണ്ടും നമ്മളധികം പ്ലാനൊന്നും ചെയ്യാത്ത ഇറങ്ങിയതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും സ്ഥലം ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും നമുക്ക് ഒരു വ്യൂ പോയിന്റ്, നമ്മുടെ എന്തോ ഒരു സംഭവം കൂടെ ഉണ്ട്, ഒരു വ്യൂ പോയിന്റ്. നമുക്ക് എന്തായാലും അവിടെ ഒന്ന് നിർത്താം. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഭാഗം, അതായത് കണ്ട ഇവിടെ വ്യൂ പോയിന്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കാണാൻ പൊളി കേട്ടോ. പിന്നെ ഈ ഒരു ഡാമിന്, ഇതൊരു ഡാമെന്നാണ്, ഡാമിൻ്റെ ഭാഗം എന്തോ ആനയിറങ്ങൽ ഡാമോ അങ്ങനെ എന്തോ, ആനയിറങ്ങൽ ഡാം എന്നൊക്കെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് ഇപ്പുറത്തോട്ടാണ്. അതിൻ്റെ ബാക്കി ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഗ്യാപ്പ് റോഡാണ്. ഇത് ഗ്യാപ്പ് റോഡാണോ അല്ലയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഞാൻ ഈ റോഡ് വന്നിട്ടുണ്ടോ റൂട്ട് സമയത്ത്, പക്ഷേ ഇത് കണ്ടോ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ തോന്നിയായിരുന്നു. എന്തത് എവിടെ തിരിഞ്ഞാലും വ്യൂ. മൂന്നാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, പിന്നെ മൂന്നാർ വന്നാൽ മടുക്കാത്തതിൻ്റെ കാര്യം ഇത് തന്നെ. എപ്പോൾ വന്നാലും എങ്ങനെ വന്നാലും വ്യൂവും നമുക്ക് ആ ഒരു എന്താണ് അങ്ങനെ ഒരു സാധനം ഇങ്ങനെ കിടപ്പുണ്ട്. എപ്പോൾ മൂന്നാർ വന്നാലും മടക്കത്തില്ല. മൂന്നാർ ഇപ്പോൾ 10-20 തവണ, ഒരു 10-20 തവണ ഇല്ലായെങ്കിലും ഒരു 10 തവണ 7-8 തവണയെങ്കിലും ഞാൻ വന്നിട്ടുണ്ടോ മൂന്നാർ. എപ്പോൾ വന്നാലും ഫ്രഷാണ്. കാണാത്ത പോലെ എനിക്കിപ്പോഴും തോന്നുന്നു. ഞാൻ എപ്പോഴും ക്യാമറ ഓണാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ റൂട്ടൊക്കെ ഞാൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഇപ്പോഴും ഞാൻ ക്യാമറ ഓണാക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം തട്ടായിട്ട് നിൽക്കുന്നു. ഇവിടെ മല നടുക്കിത്. എൻ്റെ പോലെ എന്തത് പുള്ളിയൊരു വ്യൂ കണ്ട, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നി. ഇങ്ങോട്ട് തിരിഞ്ഞ് ഇവിടെയും വ്യൂ കണ്ട റോഡ്. എൻ്റെ മോനെ ഞാൻ മിക്കവാറും റൂമിലെത്തിയാൽ വ്യൂ കണ്ടുകൊണ്ടിരിക്കാനാണ് ഞാൻ ഇപ്പോഴൊന്ന് റൂമിൽ എത്തിയത്. ഇപ്പം തന്നെ എത്ര 3:35 പോയിട്ടൊരു പരിപാടി ഉള്ളതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാനിവിടെ ചവിട്ടി പതുക്കെ ഇറങ്ങത്തുള്ളായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകാതിരിക്കാനും തോന്നുന്നുണ്ട്. അവിടെ ആൾക്കാർ ചവിട്ടിയിട്ടുണ്ട്. അവിടെ വ്യൂ പോയിന്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കൈ ഇത് പൊട്ടി ആർക്ക് മുറിഞ്ഞു. ഇപ്പം എന്തായാലും തണുപ്പ് പറഞ്ഞിട്ടുണ്ട്, വെയിലും വന്നിട്ടുണ്ട്. ഞാൻ സെക്ടറിൽ പോയിട്ടിരിക്കുകയാണ്. ഒന്നാമത് ഇന്ന് രാവിലെ ഞാൻ നനഞ്ഞോണ്ട് വന്നു. അവിടെ നല്ല മഴ പെയ്ത് ഓടെ ഇറങ്ങി. ഞാൻ ആ മഴ മൊത്തം നനഞ്ഞ് ഈ നെടുങ്കണ്ടത്ത് റൂമായി അവിടെ ആയിരുന്നു റൂം എടുത്തത്. അവിടേക്ക് നേരെ മയിലാടുംപാറ വന്ന് പണിയും കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. മൊത്തം നനഞ്ഞിരിക്കുകയാണ്. ഈ പോണ വഴി പോകാൻ അത് കാരണമാണ് നല്ല തണുപ്പുണ്ട്. അതിൻ്റെ കൂടെ ഇവിടുത്തെ തണുപ്പ് അറിയാം. മൂന്നാറ് കയറി കഴിഞ്ഞാൽ അതിലും തണുപ്പാണെങ്കിൽ തീരും. ഇറക്കി ഞാൻ കയ്യിൽ ആവശ്യം പോലും ഇട്ടില്ല. ഞാൻ ഒന്നും എടുത്തില്ല. ഇന്നലെ സ്റ്റേ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഫുൾ എക്യുപ്മെൻറ്റോട് കൂടി വരേണ്ടി വന്നത്. ഇതിപ്പോൾ ചാർജർ എടുത്തില്ല, എൻ്റെ ഫോണിൻ്റെ ചാർജറില്ല, പിന്നെ കൈയിടുന്ന ഗ്ലൗസ് ഇട്ടിട്ടില്ല, എൻ്റെ സെക്ടർ എടുത്തില്ല, സെക്ടർ കിടപ്പുണ്ട്, അതെടുത്തിട്ടില്ല, എല്ലാ റൂമിൽ കിടപ്പുണ്ട്. അവസാനം ഫോൺ രണ്ടാമത് കാരണം പുതിയ ചാർജർ മേടിച്ച് ഫോൺ ചാർജ് ചെയ്ത് 2 ഫോൺ ചാർജ് ചെയ്ത് വെച്ചിരിക്കും. ദിസ് ഈസ് ഇൻക്രെഡിബിൾ. ഇതിന് പരിഹാരമില്ല, ഈ ഒരു വ്യൂവിനൊരു പരിഹാരമില്ല. ഇത് ക്യാപ്പ് റോഡ് അല്ലെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു വീഡിയോയിലൊക്കെ മിക്കവരും ക്യാപ്പ് റോഡ് ഇതാണെന്ന് തോന്നുന്നു ഇടുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ക്യാപ്പ് റോഡ് ആണെന്നും എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ. സത്യത്തിൽ ഗ്യാപ്പ് റോഡ് എവിടെയാണെന്ന് ഞങ്ങൾ ഒരു റൗണ്ട് ഇതുപോലെ പോയിട്ടുണ്ട് ഗ്യാപ്പ് റോഡ് തപ്പി പിടിച്ച്. പക്ഷേ അന്ന് ഈ റോഡാണെന്ന് തോന്നുന്നു ഞാൻ വന്നേന്ന് തോന്നുന്നു. ഗ്യാപ്പ് റോഡ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും അറിയത്തില്ല. നമുക്കെന്തായാലും ഇവിടെ നിന്ന് തെറിക്കാം. വൈസപ്പ് ഈ റൂട്ട് മൊത്തം ഇതുപോലെ നല്ല വ്യൂ പോയിന്റും കാര്യങ്ങളും. വ്യൂ പോയിന്റ് അല്ല, ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ കാണാം. അത് വ്യൂ പോയിന്റ് എന്ന് വേണം പറയാൻ. കുറേ നല്ല കിടിലും കാഴ്ചകളുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചവിട്ടിയില്ല. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഇതിനകത്ത് വന്നിട്ടില്ല. നമ്മൾ ഷോർട്സിൽ എന്തായാലും ആ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരുന്നത്. ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ഇതിലെന്നല്ല, ഒരു ചെറിയ കുഞ്ഞ് വെള്ളച്ചാട്ടമില്ല. അധികം വെള്ളമൊന്നും തന്നെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഒരു ചെറിയ രീതിയിൽ വെള്ളം ഒഴുകുന്നൊരു സംഭവം. പിന്നെ അവിടെ നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു. നമ്മളിതിന് ടൈം ഇല്ലാത്തതുകൊണ്ട് വിട്ട് പോവുകയാണ്. കാര്യം ഇപ്പം തന്നെ 4 മണി ആകാറായി. നമുക്കിനി ഇവിടുന്ന് മൂന്നാർ പോലും എത്തിയിട്ടില്ല. ഇനി മൂന്നാർ എത്തിയിട്ട് അവിടെ നിന്ന് ഏകദേശം 7-9 കിലോമീറ്റർ പറ്റങ്ങാണ്ടുണ്ട് നമ്മുടെ റൂമിലേക്ക്. നമുക്കൊരു നേരത്തെ പറഞ്ഞ കൂട്ടുകാരൻ്റെ ഒരു കസിൻ ആളുടെ വെഡിങ് റിസപ്ഷനുണ്ട്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ പാതിരാത്രി ചെന്നിട്ട് കാര്യമില്ല. നമുക്കപ്പോൾ ഒരു 6 മണിക്കെങ്കിലും റൂമിൽ നിന്ന് ഇറങ്ങുന്ന രീതിക്ക് ചെല്ലണം. അവിടുന്ന് ആലുവയ്ക്ക് കണ്ടാണ് പോയിട്ടുള്ളൂ. അപ്പോൾ അത്ര ദൂരമുണ്ട് നമുക്ക്. ആലുവ വരെ ചെല്ലണം നമ്മുടെ റൂമിൽ നിന്ന്. ആലുവയ്ക്ക് എനിക്ക് തോന്നുന്നത് 10-40 കിലോമീറ്റർ പറ്റങ്ങാണ്ടുണ്ട് നമ്മുടെ റൂമിൽ നിന്ന് തന്നെ. അപ്പോൾ ഇത് ടൈമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാം വിട്ട് പോകുന്നത്.
പിന്നെ ഈ റൂട്ട് അടിപൊളിയാണ്. നിങ്ങൾ വരാൻ താല്പര്യമുള്ളവരൊക്കെ വന്ന് പോവുക. കാര്യം നല്ല കുറേ റൈഡേഴ്സ് ടീം വരുന്നുണ്ട്, കുറേ റൈഡിങ് ടീം അല്ലെങ്കിൽ റൈഡേഴ്സ് കുറേ പേര് ഇങ്ങനെ വരുന്നുണ്ട്. ഈ റൂട്ട് ടോൾ പ്ലാസ ഉണ്ട്, ടോൾ പ്ലാസയുടെയൊക്കെ ബോർഡ് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഈ റൂട്ടല്ല വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അന്ന് പോയത് ഗ്യാപ്പ് റോഡ് പറ്റിയാണ്. ഞാൻ ഈ റൂട്ടല്ല വന്നിട്ടുള്ളത്. അതിനെന്തായി കാണിക്കുന്നത് അടുക്ക് വണ്ടി ഇട്ട് എന്തൊക്കെ ഒരു ഇതൊക്കെയാണ് പറ്റാത്തത്. അപ്പം ഞാൻ ഈ റൂട്ടല്ല വന്നിട്ടുള്ളത്. ഈ റൂട്ടപ്പോൾ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ട് വന്ന് നോക്കാം. നേരെ മൂന്നാർ പിടിച്ചിട്ട് മൂന്നാറിൽ നിന്ന് ദേവികുളം ചിന്നക്കനാൽ നമ്മുടെ മറ്റേ അരിക്കൊമ്പൻ്റെ നാട് ആ റൂട്ടാണ് നമ്മുടെ പൂപ്പാറയ്ക്ക് വരുന്നത്. ചിന്നക്കനാൽ പക്ഷേ ഞാൻ ഇതുവരെ കണ്ടില്ല. ചിന്നക്കനാൽ റൂട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ഇല്ല. വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാനുള്ള ഒരു റൈഡിങ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ കാര്യം. ഇനി നേരെ നമ്മൾ എന്നും ചവിട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് 8 മണിക്ക് പോകാം. കാര്യം ഇപ്പം തന്നെ 4 മണിയായി. സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇവിടേക്ക് ചവിട്ടി ഇവിടേക്ക് എന്തെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ കണ്ടിട്ട് പതുക്കെ റൂമിൽ ചെല്ലത്തുള്ളൂ. 6 മണി 7 മണിക്ക് ചെല്ലത്തുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും സബ് അടിക്കാനും മറന്നിട്ട് ബൈ ഗൈസ്. നമുക്ക് 10 മിനിറ്റ്